ദാറ്റ്സ് വാട്ട് ഐ എം ടെല്ലിങ് യു. വെറും ലാഭം ഉണ്ടാക്കാൻ മാത്രമായിട്ട് ബിസിനസ് നടത്തുന്നവരല്ല ഞങ്ങൾ. ചാരിറ്റിയും ഞങ്ങളുടെ മോട്ടീവാണ്. കാശ് എത്രയാണെന്ന് പറഞ്ഞാൽ മതി. ശരി, നാളെ ഓഫീസിൽ വരും. ഓക്കെ, ഗുഡ് നൈറ്റ്. ദാസേ, ബാഗ് എടുത്തില്ല. ഞാൻ നേരത്തെ ശ്രദ്ധിക്കുന്നത് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ 2 തവണ സ്റ്റിയറിംഗ് കയ്യിൽ നിന്ന് പാളി. ഒരു ബൈക്കുകാരൻ സൈഡ് കൊടുക്കാത്തതിന് ചീത്ത വിളിച്ചു. മഴ വരും മുമ്പേ 2 പ്രാവശ്യം വൈപ്പർ ഇട്ടു. ഇന്നെന്തു പറ്റി? ദാസ് ആകെ ഡള്ളാണല്ലോ, ഒന്നിലും ശ്രദ്ധ നിൽക്കുന്നില്ല. എന്താ ദാസിന് സുഖമില്ലേ? ഒന്നുമില്ല സാർ. അങ്ങനെ ഒന്നുമില്ലാത്തതൊന്നുമല്ല. ദേ, ഒട്ടും അഭിനയിക്കാൻ അറിയാത്ത ആളാ ദാസ്. അതുകൊണ്ട് തന്നെ എന്റെ മുന്നിൽ തന്നെ ശ്രമിക്കണ്ട. ഇപ്പൊ എന്താ ദാസിന്റെ പ്രശ്നം? തുറന്നു പറഞ്ഞോളൂ, എനിക്ക് മനസ്സിലാവും. അങ്ങനെ പ്രശ്നമൊന്നുമില്ല സാർ. പ്രശ്നമുണ്ട്, എനിക്കറിയാം. കല്യാണി ആനന്ദിനോടൊപ്പം സിംഗപ്പൂരിൽ പോകുന്നു. ഒരു ദിവസം പോലും മകളെ പിരിഞ്ഞു നിൽക്കാൻ ആവുന്നില്ല ദാസിന്. എന്താ, അത് തന്നെയല്ലേ ഈ ശ്രദ്ധക്കുറവിന് കാരണം? അത് സാർ എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു വല്ലാത്ത ഭയമുണ്ട്. സാറിനറിയാലോ, ഞാനൊരു അച്ഛൻ മാത്രമല്ല, അമ്മ കൂടിയാ. ഒരന്യപുരുഷനോടൊപ്പം ദൂരയാത്ര പോകുമ്പോൾ എൻ്റെ ഉള്ളിലെ അമ്മയുടെ മനസ്സിന് ചില ആധികളുണ്ടാകും. എനിക്കും അതാ സംഭവിക്കുന്നത്. 2 ആൺകുട്ടികളുടെ അച്ഛന് ചിലപ്പോ അത് മനസ്സിലാവില്ല. ദേ കിടക്കുന്നു എന്റെ ദാസേ. താൻ ഇതുപോലെ ചില ഉത്കണ്ഠകൾ അഖിലയോട് പങ്കുവച്ചത് ഞാൻ അറിഞ്ഞു. ഇത് നമ്മൾ പഴയ മനുഷ്യന്റെ ചില കോംപ്ലക്സുകളാണ്. എനിക്ക് പറയാനുള്ളത്, തൻ്റെ ഈ വയസ്സൻ മനസ്സിലെ അച്ഛൻ്റെ വാത്സല്യവും അമ്മയുടെ ആദിയും ഒക്കെ മകളുടെ സ്വപ്നങ്ങളെ തകർക്കുന്നതാവരുത്. അവൾ പോയിട്ട് വരട്ടെ. അവൾ പോകുന്നത് തൃച്ചംബരത്തെ ശിവരാമന്റെയും അഖിലാണ്ടേശ്വരിയുടെയും മകനോടൊപ്പമാണ്. അവൾ പോയിട്ട് വരട്ടെടോ. അവൾ ഏത് മനസ്സിലും ഏത് ശരീരത്തിലുമാണോ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്, അതേ മട്ടിൽ തിരിച്ചു വരും, കയ്യിലൊരു വിജയത്തിന്റെ ട്രോഫിയുമായി. താൻ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കിടന്നുറങ്ങുക. ഗുഡ് നൈറ്റ്. അവൾ ഏത് മനസ്സിലും ഏത് ശരീരത്തിലുമാണോ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്, അതേ മട്ടിൽ തിരിച്ചു വരും, കയ്യിലൊരു വിജയത്തിന്റെ ട്രോഫിയുമായി. താൻ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കിടന്നുറങ്ങുക. ഗുഡ് നൈറ്റ്. അല്ലെങ്കിലും ഇപ്പൊ എല്ലാവർക്കും അവരവരുടെ കാര്യമാണല്ലോ വലുത്. നിങ്ങൾ സന്തോഷിക്ക്. നടക്കട്ടെ നടക്കട്ടെ. അല്ല, ഇതെന്താ സ്വപ്നലോകത്താണോ? ഞാൻ വന്നതുപോലും അറിഞ്ഞില്ലല്ലോ. ഏയ്, എന്തു പറ്റി? ആകെ ഒരു മൂഡ് ഓഫ് ആണല്ലോ. അതെ, മൂഡ് ഓഫാ. നിനക്കിപ്പോ എന്താ പ്രശ്നം?
അരവിന്ദ്, നീ എന്താ ഇങ്ങനെ? നിന്റെ ഈ പെരുമാറ്റം കാണുമ്പോ എനിക്ക് ഭയം തോന്നുക. എന്നോട് പകരം വീട്ടാൻ എന്റെ കഴുത്തിൽ നീ താലി കെട്ടിയതാണോ എന്നൊരു സംശയം. സത്യം പറയാ, എന്നോട് ഈ അടുപ്പ് അഭിനയിക്കുവാണോ നീ? പറ അരവിന്ദ്, എന്നെ പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ അല്ലേ നീ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? അല്ല. എന്ന് പറഞ്ഞ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് പൂർണ്ണ മനസ്സോടെ തന്നെയാ. പക്ഷെ സന്തോഷത്തോടെ അല്ല, അതാണ് സത്യം. അമ്മയുടെ വാക്കെനിക്ക് ധിക്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേറൊരു വഴിയില്ലാതെ എനിക്ക് നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു. ഇപ്പൊ അത് തെറ്റായിപ്പോയെന്ന എൻ്റെ ഒരു തോന്നല്. അപ്പോ ഞാൻ ഇതുവരെ ആ മനസ്സിൽ ഇടം നേടിയിട്ടില്ലല്ലേ? ശരി, ഇനി ഞാൻ എന്ത് ചെയ്താൽ ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനം കിട്ടുന്നത്? പറ അരവിന്ദ്. വാട്ട് ഈസ് ദിസ്? നീ എന്റെ മനസ്സിലില്ലെന്നോ എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? വെറുതെ ഇല്ലാ കഥ വായിക്കരുത്, ഭയങ്കര ബോറാണത്. നന്ദനെ നിനക്കറിയാലോ, എനിക്കും ബ്രോയ്ക്കും ഒരുമിച്ച് നടക്കാനുള്ള കല്യാണമായിരുന്നു അത്. പക്ഷെ നിർഭാഗ്യം കൊണ്ട് അവസാന സമയത്ത് ബ്രോയുടെ കല്യാണം മുടങ്ങിപ്പോയി. ആ സമയത്ത് എങ്ങനെ നന്ദനെ നിന്റെ കഴുത്തിൽ സന്തോഷത്തോടെ എനിക്ക് താലി കെട്ടാൻ പറ്റുന്ന? പിന്നെ അമ്മയും അച്ഛനും ബ്രോയൊക്കെ തറപ്പിച്ച് പറഞ്ഞുകൊണ്ടാ അപ്പം ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അല്ലായിരുന്നെങ്കിൽ നമ്മുടെ കല്യാണം ഞാൻ നീട്ടി വെപ്പിച്ചേനെ. ഓ, അത്രേ ഉള്ള കാര്യം. സോറി, ഞാൻ ഭയന്നുപോയി അരവിന്ദ്. എന്നെ നീ പഴയതുപോലെ ഒഴിവാക്കുകയാണോന്ന് എനിക്ക് തോന്നി. ഒരിക്കലുമില്ല. നീ എന്നു മുതൽ നിന്റെ അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് എൻ്റെ അടുത്ത് വന്നോ അന്നു മുതൽ നീ എൻ്റെ പെണ്ണാ. അരവിന്ദ് മനസ്സിൽ കയറ്റി വെച്ച പെണ്ണ്. നിനക്കെന്നെ വിശ്വസിക്കാം എന്നും. നോക്ക്, നീ വരുമ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നൊരു കാര്യം പറയട്ടെ. നമുക്കിടയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ അരവിന്ദ്? ഇളയമ്മ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് എനിക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അതിൽ കുറെ പോയിന്റുകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ കൂടപ്പുറപ്പിന് വേണ്ടി നമ്മുടെ കല്യാണം അല്പം പോലും നീട്ടി വയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ വേണമെങ്കിൽ നമ്മുടെ സന്തോഷങ്ങൾ നീട്ടി വയ്ക്കാൻ എനിക്ക് പറ്റും. അതാണ് ഞാൻ നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞ? നീ ഇളയമ്മ പറഞ്ഞെല്ലാം കേട്ടതല്ലേ? ബ്രോ ഒറ്റത്തടിയിട്ട് ഇങ്ങനെ തേരാപ്പരം നടക്കുമ്പോൾ നമുക്ക് വലിയൊരു ദാമ്പത്യബന്ധം വേണ്ട. ബ്രോയുടെ കല്യാണം കഴിയുന്നവരെ നമുക്ക് പഴയ പോലെ ലവേഴ്സായിട്ട് ലവേഴ്സിൻ്റെ പരിധിക്കുള്ളിൽ കഴിഞ്ഞാലോ? ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരേ കട്ടിലിൽ കഴിയേണ്ടെന്നാണ് എൻ്റെ ഒരു ആലോചന. ഇനി നിനക്ക് നിന്റെ തീരുമാനം പറയാം. എന്റെ തീരുമാനം അരവിന്ദിന്റെ തീരുമാനം തന്നെയാ. സത്യം പറഞ്ഞ അരവിന്ദിനെ കുറിച്ച് എനിക്കിപ്പോ അഭിമാനം തോന്നുക. മുൻപെപ്പോഴൊക്കെയോ വെറൊരു ചോക്ലേറ്റ് പയ്യനാണോ എന്റെ ഭർത്താവാകാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, എന്നെ താലി കെട്ടിയത് തന്റെ ഇടവും കരളുറപ്പുള്ള ഒരു പുരുഷനാണെന്ന്. ഏതു പെണ്ണിനെ കണ്ടാലും എന്ത് നേടാനും പുറകെ നടന്നിരുന്ന അരവിന്ദ് ഇപ്പതാ കൈയെത്തും ദൂരത്തുള്ള സ്വന്തം ഭാര്യയുടെ മുന്നിൽ വരെ സ്വയം നിയന്ത്രണം വച്ചിരിക്കുന്നു. ഗ്രേറ്റ്, ഐ എം പ്രൗഡ് ഓഫ് യു. ഇതിനപ്പുറം എനിക്ക് പറയാനൊന്നുമില്ല. താങ്ക്സ്. നീ എന്താകും മറുപടി പറയാന്നായിരുന്നു എൻ്റെ ഒരു ഭയം. ഇപ്പൊ മനസ്സിലായി, എന്നെ മനസ്സറിഞ്ഞ് പെരുമാറുന്ന പെണ്ണിനെ കിട്ടിയ ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന്. താങ്ക്സ് അഗെയിൻ. വാ.
ആനന്ദൻ എന്റെ അച്ഛനും മുത്തശ്ശനും ചെയ്ത തെറ്റിന് എന്റെ പ്രണയം ഞാൻ ബലി കഴിക്കണോ? തുടരുത്. അമ്മ പറയുന്ന പെണ്ണിനെ താലി കെട്ടാന്ന് വാക്ക് കൊടുത്തോണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇങ്ങനൊരു വരന്റെ വേഷത്തിൽ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നത്. പെണ്ണിനെ അടിക്കുന്നത് അത്ര അന്തസ്സല്ലെന്ന എന്റെ വിചാരം. അല്ലെങ്കിൽ ഇതിനകം വലിച്ചെടുത്ത് പുറത്ത് കളഞ്ഞേനെ നിന്നെ ഞാൻ. ആനന്ദിന് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ആനന്ദ്. പറഞ്ഞാ മനസ്സിലാവില്ല നിനക്ക്. ഇനി എന്റെ ദേഹത്ത് തൊട്ടു പോരുത്. പറഞ്ഞേക്കാം. പോ, പുറത്തു പോവാൻ. കുറച്ചു നേരമായിട്ട് കാത്തു നിൽക്കാണെന്ന് തോന്നുന്നു. അതെ ആന്റി, കുറച്ചു നേരമായി, കുറച്ചേറെ നേരം. ചില കാത്തിരിപ്പുകളാണല്ലോ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ആന്റി വാ, നമുക്ക് കാരണത്തിനും സംസാരിക്കാം. വേണ്ട. നാഗമടുത്ത തറവാട്ടിലെ പ്രിയങ്കയുടെ ക്ഷണം സ്വീകരിച്ച് വിരുന്ന് സദ്യക്കും വിശ്രമത്തിനും എത്തിയതല്ല ഈ തൃച്ചംബരത്ത് വിലാസിനി. ഒരുപാട് നിർബന്ധിച്ച് കാണാൻ ക്ഷണിച്ചതിന്റെ കാരണം അറിഞ്ഞിട്ട് പോകാന്ന് കരുതി. അത്രേ ഉള്ളൂ. കാരണമുണ്ട്, വലിയൊരു കാരണം. ഞാൻ തൃച്ചംബരത്തെത്തുമ്പോ കൂടെ ഒരാളുണ്ടെന്ന തോന്നലുണ്ടാക്കിച്ചത് എന്നും ആന്റി മാത്രമായിരുന്നു. അതിന്റെ സ്മരണം. ഇന്ന് തൃച്ചംബരത്തെ മൂത്ത മരുമകളായി ഞാൻ അവിടെ കഴിയാനുള്ളതാ. ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. ആന്റിയും സാക്ഷിയാ എല്ലാത്തിനും. അതെ, വിലാസിനി എല്ലാം കണ്ടും കേട്ടും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അതെന്റെ കാര്യം അല്ല. തൃച്ചംബരത്തിന്റെ അസ്ഥിവാരം ഇളക്കാൻ കഴിയാത്തതിലുള്ള നൊമ്പരം പങ്കുവയ്ക്കാനാണോ എന്നെ നീ ക്ഷണിച്ചു വരുത്തിയത്? വെറുതെ സമയം വേസ്റ്റാക്കാൻ. ഏയ്, ഒരിക്കലുമല്ല. ആദ്യമായി തോൽവിയുടെ കയ്പുനീർ കുടിച്ചപ്പോ ഞാൻ ആലോചിച്ചത് ആ വീട്ടിൽ നിരന്തരം പരാജയത്തിന്റെ കയ്പുനീർ നുണച്ചെടുക്കുന്ന വിലാസിനെ കുറിച്ചായിരുന്നു. പക്ഷേ അഖിലാണ്ടേശ്വരിയുടെ ചവിട്ടടിയിൽ ഞെരുങ്ങുമ്പോഴും ആന്റിയുടെ ഉള്ളിൽ അണയാതെ ഒരു കനൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നും എനിക്ക് കാണാമായിരുന്നു. എന്നെങ്കിലും അഖിലാണ്ടേശ്വരിയുടെ പിൻകഴുത്തിൽ ഒരു കഠാര കയറ്റാനുള്ള ആന്റിയുടെ ആഗ്രഹവും ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. അതൊക്കെ ശരി തന്നെ. പക്ഷേ വിലാസിനി ഇപ്പോഴും തൃച്ചംബരത്തെ ഇളയ മരുമകളാ. പ്രിയങ്ക അത് മറക്കരുത്. അറിയാം ആന്റി, അറിയാം. പക്ഷേ അതൊരു കിരീടമൊന്നും അല്ലല്ലോ ഈ ഇളയ മരുമകൾ. നോക്ക്, മുറിവുകൾ പെട്ടെന്നില്ലാതായേക്കാം. പക്ഷേ മുറിപ്പാടുകൾക്ക് മായാൻ ഒരുപാട് നാളുകൾ വേണ്ടിവരും. തൃച്ചംബരത്തെ ഇളയ മരുമകളായി ജീവിക്കാനല്ലല്ലോ ആന്റിക്ക് ഇഷ്ടം. തൃച്ചംബരത്തെ റാണിയായിട്ട് വാഴാനല്ലേ? ഞാൻ ആനന്ദിനെ കെട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ സ്ഥാനത്ത് ആന്റി ആയിരുന്നേനെ.
തൃച്ചംബരത്തിന്റെ കിരീടം വയ്ക്കാത്ത റാണി. എന്താ ആന്റിക്കും ഇല്ലേ അങ്ങനെ ഒരു ആഗ്രഹം? അങ്ങനെ ഒരു അലങ്കാരം, അങ്ങനെ ഒരു പദവി, അങ്ങനെ ഒരു അവകാശം. ആ അവകാശം നേടാൻ ഇനിയും വൈകിട്ടില്ല ആന്റി. അഖിലാണ്ടേശ്വരിയെ തളയ്ക്കാൻ പണ്ട് മഹാഭാരതത്തിൽ ദ്രോണർ പത്മവ്യൂഹം തീർത്തതുപോലെ ഈ പ്രിയങ്കയും തീർക്കുന്നുണ്ട് ചതിയുടെ ഒരു പത്മവ്യൂഹം. അതിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെറുമൊരു 16-കാരനെ അല്ല, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയെ, മഹാറാണിയെ തന്നെ. ആന്റി തെറ്റിദ്ധരിക്കണ്ട, ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കുന്ന ഒരു വെറും തന്ത്രമല്ല ഇത്. മറിച്ച് ചങ്കുറപ്പുള്ളൊരു യോദ്ധാവിനെ കൂട്ടുവിളിക്കുക ഞാനിപ്പോ. പകരം ഓഫർ തരുന്നത് തൃച്ചംബരം എന്ന മഹാസാമ്രാജ്യം. എന്താ സമ്മതമല്ലേ ആന്റിക്ക്? പ്രിയങ്കേ, നിന്റെ ഓഫർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നീ ഒന്നും മറക്കരുത്. പ്രിയങ്കേ, നിന്റെ ഓഫർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നീ ഒന്നും മറക്കരുത്. യുദ്ധത്തിൽ പ്രധാനികളുടെ നാശം ഒഴിവാക്കാൻ മുൻനിരയിൽ അണിനിരത്തുന്ന പാവം സാധാ പടയാളികളുണ്ട്, ചാവേറുകൾ. ജയമില്ലെങ്കിൽ ജീവിതമില്ലാത്തവർ. നിന്റെ തന്ത്രങ്ങൾ പരാജയപ്പെട്ടാൽ നീ പറയുന്ന ഈ മഹാറാണി പട്ടം ഉണ്ടല്ലോ, ചാവേറിന്റെ ദുരന്തമായി മാറും. അതുകൊണ്ട് എനിക്കൊന്ന് ആലോചിക്കാൻ സമയം വേണം. ആന്റി പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചാവേറായി അല്ല ക്ഷണിച്ചത്, റാണിയായി വാഴിക്കാൻ തന്നെയാണ്. അറിയാം, നിന്റെ ഉദ്ദേശവും ലക്ഷ്യമൊക്കെ മനസ്സിലായി എനിക്ക്. ഏതായാലും എനിക്കൊന്ന് ആലോചിക്കണം. പാല് തന്ന കൈക്ക് കൊത്തിയ പാമ്പിനെന്നും ശീലം. പക്ഷേ ഒരു പാമ്പ് മറ്റൊരു പാമ്പിനോട് കൂട്ടുചേരുമ്പോ എപ്പോഴും ഒരു മുൻകരുതൽ നല്ലതാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. നിന്റെ ക്ഷണം ഞാൻ കേട്ടു. മറുപടി ആലോചിച്ച് പറയാം. സമയം വേണം. കാണാം നമുക്ക്. കൂട്ടുകൂടാനാണെങ്കിലും കൊത്തിപ്പിരിയാനാണെങ്കിലും കുറച്ച് കാത്തിരിക്കേ.